ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സായങ്കാല അഭിവാദനങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നേരുകയാണ്. ഇതിനു മുമ്പ് നിരവധി പ്രാവശ്യം ഏകദേശം 3.5 പതിറ്റാണ്ടുകൾ ഇവിടെ വന്ന് ഇതിന് സമാനമായിരിക്കുന്ന യോഗങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് ഈ ദേശത്തോടുള്ളതായിരിക്കുന്ന അഭേദ്യമായിരിക്കുന്ന ബന്ധം, ഈ നമ്മൾ സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ നിക്കറിട്ടുകൊണ്ട് നടക്കുന്ന കാലം മുതൽ ഇവിടെ വരികയും ഇവിടെയുള്ള അനേക കൂട്ടുകാരുള്ള ഒരു ദേശമായിരുന്നു അന്ന്. ഇന്ന് ഇതെല്ലാം വളരെയധികം വികസിച്ച് തമ്മിലറിയാത്ത ഒരു ദേശം പോലെയായി തീർന്നിരിക്കുകയാണ്. എങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് 10-ാം പീസ് പള്ളിയുടെ തൊട്ടപ്പുറത്താണ് എൻ്റെ വീട്. ഞങ്ങളെല്ലാവരും ഈ പ്രദേശത്താണ് താമസിക്കുന്നതെങ്കിലും ഇവിടെ ഒരു ഗൃഹാതുരത്വം ഞങ്ങൾക്ക് എപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഇവിടെ ഞങ്ങൾ സ്വന്തം വീട്ടിൽ വന്ന് ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് തുല്യമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ വരുമ്പോഴെല്ലാം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഇത് ആത്മീയ യോഗം എന്ന നിലയിൽ ബഹുമാന്യനായിരിക്കുന്ന കുരിയച്ചനവരുകൾ ഒരു വാക്കേക സത്യദൈവത്തോട് പ്രാർത്ഥിച്ച് അനന്തരമായിട്ട് ഞങ്ങളുടെ അനുഗ്രഹീത ഗായകൻ ആന്റണി ഗാനങ്ങൾ ആലപിക്കുകയും അനന്തരമായിട്ട് ആമുഖവും ഈ ദേശത്തിന് ആവശ്യമായ സന്ദേശവും നൽകുവാനാണ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആമുഖത്തിൽ ആദ്യം തന്നെ ഏകാസത്യ ദൈവത്തോട് ഈ യോഗത്തിന്റെ അനുഗ്രഹത്തിനായിട്ടും കേൾവിക്കാരെ ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിനായിട്ടും ഏകാസത്യ ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ബഹുമാന്യനായിരിക്കുന്ന കുരിയച്ചൻ അവരുകളെ സഹോദരം ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ ഗ്ലാസ് ഫാക്ടറി കോളനിയിലേക്ക് അവിടുത്തെ മാറ്റമില്ലാത്ത സുവിശേഷവുമായിട്ട് കടന്നു വരുവാനായിട്ടുള്ള അവസരത്തെ അവിടുന്ന് തന്നതുകൊണ്ട് അടിയങ്ങളെ സ്തുതിക്കുന്നു. അടിയങ്ങൾ ഓർത്തതുപോലെ നിരവധി പ്രാവശ്യം ഈ പ്രദേശത്ത് അവിടുത്തെ രക്ഷണീയ സുവിശേഷം അറിയിക്കുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ മഹാകരുണയാൽ വീണ്ടും ഈ ദേശത്തോട് ഒരു പ്രാവശ്യം കൂടെയും ആ സുവിശേഷം തന്നെ വീണ്ടും ഓർപ്പിച്ചുണർത്തുവാനായിട്ട് ഈ പ്രദേശത്തേക്ക് അടിയങ്ങളെ കൊണ്ടുവന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അടിയങ്ങൾ അല്പസമയം ഈ പ്രദേശത്ത് ഈ ജംഗ്ഷനിലായിരുന്നുകൊണ്ട് അടിയങ്ങൾ അങ്ങയെക്കുറിച്ച് പറയുമ്പോൾ, അങ്ങയെക്കുറിച്ച് പാടുമ്പോൾ അത് അനേകം ഹൃദയങ്ങളിൽ പരിവർത്തനം ചെയ്യുവാൻ അവിടുന്ന് സംഗതിയാക്കുമാറാകണം എന്നവിടുത്തെ പ്രാർത്ഥിക്കുന്നു. പാടുന്ന അവിടുത്തെ മക്കൾക്കായിട്ട് സ്തോത്രം. അവർക്ക് പാടുവാനായിട്ടുള്ള ദൈവകൃപ ധാരാളം നൽകണം. അവിടുത്തെ വചനത്തിൽ നിന്ന് പറയുന്ന അവിടുത്തെ ദാസന്മാർക്കും അവിടുന്ന് അത് ഏവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ തന്നെ പറയുവാനായിട്ടുള്ള കൃപ നൽകണം എന്നവിടുത്തെ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ഈ സൗണ്ട് സിസ്റ്റത്തെയും അവിടുന്ന് നിയന്ത്രിക്കണം എന്നവിടുത്തെ പ്രാർത്ഥിക്കുന്നു. ചില കേൾവിക്കാരെ അവിടുന്ന് ഒരുക്കുമാറാകണം എന്നവിടുത്തെ പ്രാർത്ഥിക്കുന്നു. സകല മാനവജാതിക്ക് വേണ്ടി വലിയവനായിരിക്കുന്ന ദൈവം തൻ്റെ ആ മഹൽ സ്നേഹത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷണീയ സന്ദേശം ഇവിടെ അറിയിക്കുന്ന മുഖാന്തരം സകല മനുഷ്യരും പാപികളെന്നുള്ള നിലയിൽ പാപികളായിരിക്കുന്ന ചില മനുഷ്യർക്ക് പാപത്തിൽ നിന്ന് വിടുതലുള്ളവരായിട്ട് ദൈവ ഭാഗ്യത്തെ അവിടുന്ന് നൽകണം എന്നവിടുത്തെ പ്രാർത്ഥന. ഈ മീറ്റിങ്ങിൻ്റെ ആദ്യോടന്തം അവിടുന്ന് കൂടിയിരിക്കണമേ. അവിടുത്തെ ആത്മാവിൻ്റെ നിയന്ത്രണം ഈ ശുശ്രൂഷയിൽ ഉടനീളം ഉണ്ടായിരിക്കണം എന്നവിടുത്തെ പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ എളിവരെയും അവിടുന്ന് സഹായിച്ചതിനായിട്ട് സ്തോത്രം. അടിയങ്ങളുടെ സകല കാര്യങ്ങളും അവിടുത്തെ സന്നിധി വയ്ക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദയവുണ്ടായി കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. Thank you, my dear കുരിയച്ചൻ. എനിക്കായി നമുക്കായി കാൽവറിയിൽ പിടഞ്ഞു മരിച്ച കുറ്റമൊന്നും ചെയ്യാത്തവനായിരുന്നു നമുക്കായി പാപ പരിഹാരത്തിനായി യാഗമായി അർപ്പിച്ച യേശുക്രിസ്തുവിനെ സ്തുതിച്ചുകൊണ്ടുള്ളൊരു ഗാനം ആലപിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സാരാംശം ഇതാണ്: എനിക്കും നിനക്കും വേണ്ടിയാണ് ആ കാൽവറിയിൽ ദൈവത്തിൻ്റെ ഏകജാതന പുത്രൻ പിടഞ്ഞു മരിച്ചതെന്ന് വരുന്ന ആ ഗാനം ആലപിക്കുവാനായിട്ട്
ബഹുമാന്യനായിരിക്കുന്ന അനുഗ്രഹീത കലാകാരൻ ആന്റണിയെ സ്വാഗതം ക്ഷണിക്കുകയാണ്. ദൈവം ഏകജാതനെ നൽകി എനിക്കായി എൻ്റെ യേശു പരിഹാര ബലിയായി മനുഷ്യനു വേണ്ടി ക്രൂശിന്റെ മാറിൽ പാപിയെ പോലെ പിടഞ്ഞവനെ ദൈവ സ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ എനിക്കാ എൻ്റെ ദൈവം ഏകജാതനെ നൽകി എനിക്കായി എൻ്റെ യേശു പരിഹാര ബലിയായി. നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വെടിയാ നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വെടിയാ ദ്രോഹം പൊറുത്തതും കേണു പ്രാർത്ഥിച്ചതും ഞാൻ അനുതാപിയായി തീരാ എനിക്കാ എൻ്റെ ദൈവം ഏകജാതനെ നൽകി എനിക്കായി എൻ്റെ യേശു പരിഹാര ബലിയായി. ചോര ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാ ചോര ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാ ഉത്തിതനായതും
ഞാൻ നിന്നിലെന്നെന്നും വാഴാൻ എന്റെ ദൈവം ഏകജാതനെ നൽകി. എന്റെ യേശു പരിഹാര ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിന്റെ മാറിൽ പാപിയെ പോലെ പിടഞ്ഞവനെ, ദൈവ സ്വഭാവം സ്നേഹമാണെന്ന് ലോകസമർമ്മം തെളിയിച്ചു നീ. എന്റെ ദൈവം ഏകജാതനെ നൽകി. എന്റെ ഈശോ പരിഹാര ബലിയായി. Thank you, my dear Anthony. തനിക്കായി ബലിയർപ്പിച്ച ബലിയായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ തിരുവീതിയിൽ നിന്ന് പാടുവാനായിട്ട് ബഹുമാന്യനായിരിക്കുന്ന ആന്റണിക്കിടയായത് എത്ര അത്ഭുതകരമാണ് എന്ന് ഞങ്ങൾ പറയേണ്ടി വരും. കാരണം താനിത് വിശ്വസിക്കാത്തവനായിരുന്നു. എങ്കിലും തന്നെ ദൈവം വിളിച്ച് വേർതിരിച്ച് ഇന്ന് തെരുവിൽ നിന്ന് പാടുവാനുള്ളതായിരിക്കും ധൈര്യം കൊടുത്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അദ്ദേഹത്തെയും കുടുംബത്തെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ യോഗത്തിന്റെ ആമുഖ സന്ദേശം നൽകുവാനായിട്ട് ബഹുമാന്യനായിരിക്കുന്ന കുഞ്ഞുമൺ ഡാനിയൽ അവരുകൾ ഇവിടെ ആഗതനായിട്ടുണ്ട്. വിവിധ വേദികളിൽ സമാനമായിരിക്കും സന്ദേശം നൽകിയിട്ടുള്ളയാള് ഇന്നിവിടെയും ആഗതനായിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ആമുഖ സന്ദേശത്തിനായിട്ട് സാദരം ക്ഷണിക്കുകയാണ്. അതിനനന്തരമായിട്ട് ചില ഗാനങ്ങൾ കൂടി പാടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആമുഖ സന്ദേശത്തിനായിട്ട് ഇപ്പോൾ ബഹുമാനിക്കുന്ന കുഞ്ഞുമൺ ഡാനിയൽ മുന്നോട്ട് വരുന്നതാണ്. പ്രിയമുള്ളവരെ, വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെയാണ് ഞങ്ങൾ ഇന്ന് ഈ സായാഹ്നത്തിലൂടെ ആയിരിക്കുന്നത്. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഞങ്ങൾ പരസ്യമായിട്ട് സുവിശേഷം പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ വാഹനങ്ങളുടെ തിരക്കും അതുപോലെ ശബ്ദകോലാഹലങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവിടെ വളരെ സ്നേഹപൂർവ്വം ഇവിടെയുള്ള പ്രിയപ്പെട്ടവരെ കാണുവാനും സംസാരിക്കുവാനും ഒക്കെ അവിടുന്ന് അങ്ങനെ അവസരം ലഭിച്ചു. മാത്രമല്ല, ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുന്ന ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ എന്താണ് ഈ പറയുന്നതെന്ന് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ കാര്യം ഒരു മുഖവുര കൂടാതെ തന്നെ സംസാരിക്കാവുന്നതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പ്രിയമുള്ളവരെ, എങ്കിൽ പോലും എന്താണ് ഞങ്ങൾ പ്രസംഗിക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്നൊക്കെ നിങ്ങൾ അറിയുമ്പോൾ പോലും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇത്രമാത്രം പ്രയാസപ്പെട്ട് ഇങ്ങനെ മുടങ്ങാതെ ഈ വിധത്തിലൊക്കെ ഇങ്ങനെ പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ പള്ളികളിലും ചർച്ചുകളിലും അതുപോലെയുള്ള പ്രാർത്ഥനാലയങ്ങളിലൊക്കെ അല്ല ഇതുപോലെയുള്ള പ്രസംഗത്തിന് കൂടുതൽ പ്രസക്തിയുള്ളത് എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞാൻ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ലോകത്തിന്റെ സ്ഥിതി ഒന്ന് നോക്കുക. നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാം, ഈ കഴിഞ്ഞ ചില മാസങ്ങളിലെ അല്ലെങ്കിൽ വർഷങ്ങളിലെ ഒരു 2-3 വർഷത്തെ നമ്മുടെ ലോകത്തിന്റെ സ്ഥിതി നമ്മൾ പരിശോധിച്ചാൽ വളരെ സംഭവ ബഹുലമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഈ ചരിത്രം അതിവേഗത്തിൽ പോകുന്ന ദിവസങ്ങളായിരുന്നോ വർഷങ്ങളായിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകാൻ വളരെ സാധ്യതയുണ്ട്. നോക്കുക, വളരെ ഒരു ക്രമം, ലോകത്തിന് ഏകദേശം ഒരു ക്രമമൊക്കെ ഉണ്ടായി അങ്ങനെ ശാന്തമായിട്ട് മുന്നോട്ട് പോകുകയായിരുന്നു. 2ാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് വലിയ വളരെ പ്രാദേശികമായ യുദ്ധങ്ങളൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു വലിയ യുദ്ധഭീതി ഇല്ലാതെയായിരുന്നു മനുഷ്യൻ ജീവിച്ചിരുന്നത് എന്ന് പറയാം. കാരണം ഒരു UN, ഒരു പൊതു ഐക്യരാഷ്ട്ര സംഘടന, അതിന്റെ കീഴിലുള്ള സൈനിക സംവിധാനങ്ങൾ, അതുപോലെ തന്നെ പൊതുവില് അങ്ങനെ പരസ്പര രാജ്യങ്ങൾ തമ്മിൽ ഒരു ധാരണയിലും
ഒരു പ്രത്യേക വ്യവസ്ഥിതിയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു എന്ന് പറയാം. എന്നാൽ ഈ കഴിഞ്ഞ 2-3 വർഷത്തെ സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. ലോകത്തിന്റെ വ്യവസ്ഥിതികൾ തന്നെ മാറി മറിയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ സ്നേഹിതരായിരുന്ന, ഉറ്റ ബന്ധമുണ്ടായിരുന്ന, അല്ലെങ്കിൽ വളരെ അടുത്ത ആശയവിനിമയം നടത്തുകയും പരസ്പരം സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്ന രാഷ്ട്ര നേതാക്കൾ തന്നെ ഒരു നിമിഷം കൊണ്ട് ബദ്ധശത്രുക്കളായി തീരുകയും പരസ്പരം എങ്ങനെ ദ്രോഹിക്കാം എന്നുള്ളതിന് ഗവേഷണം നടത്തുകയൊക്കെ ചെയ്യുന്ന സ്ഥിതിയല്ലേ ഇന്ന് ഉള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തായിട്ട് എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങളുടെ തന്നെ ആ കൂട്ടുകെട്ടുകൾ തന്നെ വളരെ മാറി മറിയുകയാണ്. പുതിയ ഇക്വേഷൻസ്, സമവാക്യങ്ങൾ രൂപപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വളരെ സംഭവ ബഹുലമായ വർഷങ്ങളായിരുന്നു ഈ വർഷങ്ങളിൽ കടന്നുപോയത്, ഇന്നും നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ചാൽ ഇത് പല സന്ദർഭങ്ങളിലും മനുഷ്യർ നിരാശരായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എങ്ങോട്ടാണ് ഈ മനുഷ്യൻ പോകുന്നത്? എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഈ ലോകത്തിന്റെ ഗതി എങ്ങോട്ടാണ് എന്നൊക്കെ ചിന്തിക്കുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. ആ വിധത്തിൽ തന്നെയാണ് ലോകം മാറി മറിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യൻ ശാസ്ത്രീയമായിട്ട് എത്ര പുരോഗമിച്ചാലും, അല്ലെങ്കിൽ എത്ര നൂതനമായ യുദ്ധസങ്കേതങ്ങൾ കണ്ടെത്തിയാലും, ഇതെല്ലാം എങ്ങനെ മനുഷ്യൻ വികാസം പ്രാപിച്ചു എന്ന് വരികിലും അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ കേവലം മനുഷ്യൻ തന്നെയാണ്. അപ്രിയമുള്ളവർ, ഇവിടെയാണ് മനുഷ്യൻ നിസ്സഹായനായി പോകുന്നത്. ഇവിടെയാണ് മനുഷ്യൻ നിരാശനായി പോകുന്നത്. ഇനി എന്ത് എന്ന മനുഷ്യൻ സംശയാലുക്കളായി തീരുന്നത്. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇവിടെ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളും ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളിവിടെ താൽക്കാലികമായിട്ടുള്ള യാത്രയാണ്. എങ്ങോട്ടാണ് ലോകം പോകുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, പിന്നാലെ വരുന്ന പ്രിയ സഹോദരൻ വിശദമായിട്ട് നിങ്ങളോട് സംസാരിക്കും. ബൈബിളിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക. ബൈബിളില് ആവർത്തന പുസ്തകം അതിന്റെ 30-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, ആവർത്തന പുസ്തകം അല്ലെങ്കിൽ നിയമാവർത്തനം 30-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. മാത്രവുമല്ല, വീണ്ടും പറയുകയാണ്, ബൈബിളിലെ അതേ പുസ്തകത്തിൽ തന്നെ വീണ്ടും പറയുകയാണ്, ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ നിയമാവർത്തനം 11-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. അവിടെ പറയുകയാണ്: ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ ഗതി എന്തു തന്നെയാണെങ്കിലും, ലോകത്തിന്റെ പോക്ക് എങ്ങനെ തന്നെയാണെങ്കിലും, ഇന്ന് രാഷ്ട്രങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് വരികിലും, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഇന്ന് ഒരു തെരഞ്ഞെടുപ്പിന്റെ ദിവസമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യന് ജീവിച്ചിരിക്കുന്ന ഏതു മനുഷ്യനും ഇന്ന് ഒരു തിരഞ്ഞെടുപ്പിന്റെ ദിവസമാണ്. എന്തുകൊണ്ട്? ദൈവം പറയുകയാണ്, അനുഗ്രഹവും ശാപവും ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കാണ്. എങ്ങനെയാണ് ശാപം ഈ ലോകത്തിലേക്ക് വന്നത്? ബൈബിളിൽ പറയുന്നുണ്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, എന്നാൽ ദൈവത്തിന്റെ പ്രമാണങ്ങളെ ലംഘിച്ച്, ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ച് മനുഷ്യൻ തന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ച് അവൻ പാപിയായി തീർന്നു. പാപത്തിന്റെ ഫലമാണ് ശാപം എന്ന് പറയുന്നത്. ഇന്ന് നാം ജീവിക്കുന്നത് ശപിക്കപ്പെട്ട ഒരു ലോകത്തിലാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അതെ, നമ്മൾ ജീവിക്കുന്നത് പാപം നിറഞ്ഞ ലോകത്തിലാണ്. നമ്മളിവിടെ ജീവിക്കുന്നത് ശപിക്കപ്പെട്ട ഒരു ലോകത്തിലാണ്. നമ്മൾ ജീവിക്കുന്നത് യുദ്ധവും മുറവിളിയുമുള്ള ലോകത്തിലാണ്. നമ്മളിവിടെ ജീവിക്കുന്നത് പകർച്ചവ്യാധിയും മരണവുമുള്ള ലോകത്തിലാണ്. എന്നാൽ അതിന്റെ മധ്യേ ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം മനുഷ്യനെ, എന്നെയും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ബൈബിളിൽ ഏകദേശം 3000 വർഷങ്ങൾക്ക് മുൻപ് ദൈവം അബ്രഹാമിനെ വിളിച്ചു. ഇന്നത്തെ ഇറാഖ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, ഇറാഖിൽ ഊർ എന്ന് പറയുന്ന ഒരു ദേശത്ത് നിന്ന് അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം വിളിച്ചിട്ട് അവരോട് പറഞ്ഞു,
ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. ഇതാണ് ദൈവം പറഞ്ഞത്. നീ പുറപ്പെടണം, നീ ഇവിടെ നിന്ന് പുറപ്പെടണം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. നോക്കുക, രണ്ടു ഘടകങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഈ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമെന്ന് മാത്രമല്ല, നീ ഒരു അനുഗ്രഹവുമായിരിക്കും. യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത് നാം കേവലം അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതല്ല, നമ്മൾ മുഖേന മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടാനിടയാകണം. അബ്രഹാമിനോട് ദൈവം ആ നിലയിൽ ഒരു ഉടമ്പടി ചെയ്യുന്ന ഒരു നിയമം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. മാത്രവുമല്ല, നിങ്ങളൊരു അനുഗ്രഹത്തിന്റെ മുഖാന്തരമായി തീരുവാൻ, നിങ്ങളൊരു അനുഗ്രഹമായി തീരുവാൻ, നിങ്ങൾ പാർക്കുന്ന ദേശത്ത്, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം എന്ന് പറയുകയാണ്, അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നിന്റെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. തന്റെ കുടുംബക്കാർ മാത്രമല്ല, അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ നീ എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ട് അബ്രഹാം അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, അബ്രഹാമിന്റെ വീട്ടിലുള്ളവർ മാത്രം അനുഗ്രഹിക്കപ്പെടുകയല്ല, പിന്നെ തന്റെ ആ ഗ്രാമത്തിൽ അല്ലെങ്കിൽ താൻ ജീവിച്ചിരുന്ന സമൂഹത്തിൽ തന്റെ ആളുകൾ അനുഗ്രഹിക്കപ്പെടും എന്നല്ല പറഞ്ഞത്. പിന്നെയോ, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതായത് ഭൂമിയിലെ ഈ ഭൂഗോളത്തിന്റെ നാനാപുറങ്ങളിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും അനുഗ്രഹത്തിന്റെ മുഖാന്തരമായിട്ട് അബ്രഹാമിനെ ദൈവം ആക്കി തീർക്കുമെന്ന് ദൈവം അവനെ വിളിച്ചപ്പോൾ പറയുകയുണ്ടായി. അത് സത്യമായി തീർന്നു. അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽ ജനിച്ചവനാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന്, നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം ആരംഭത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അബ്രഹാമിന്റെ പുത്രനായ, ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അതെ, അബ്രഹാമിന്റെ വംശപരമ്പരയിലാണ് ദൈവ മനുഷ്യനായി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. എന്തിനു വേണ്ടിയാണ് അവിടുന്ന് വന്നത്? ബൈബിൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 3-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകൾ വിസ്മരിക്കാം. ഇതാ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത, നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെ പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, അനുഗ്രഹവും ശാപവും ദൈവം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിന്ന് തീരുമാനിക്കാം, നിങ്ങൾക്ക് അനുഗ്രഹം സ്വീകരിക്കണമോ ശാപം സ്വീകരിക്കണമോ, അതല്ലെങ്കിൽ ശാപത്തിൽ നിന്ന് മുന്നോട്ട് പോകണമോ. എന്നാൽ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അതെ, ആ അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടി, ഇതാ നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ദൈവം നിവർത്തിക്കുന്നത്? തന്റെ പുത്രനായ തന്റെ വംശാവലിയിൽ ജനിച്ച യേശുക്രിസ്തുവിലൂടെ. ഇനിയും യേശുക്രിസ്തുവിലൂടെ എങ്ങനെയാണ് നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നത്? അതാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച അപ്പോസ്തല നടപടികൾ 3-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ വായിച്ചു കേൾപ്പിച്ചത്. ഇങ്ങനെയാണ് പറയുന്നത്, യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് അനുഗ്രഹം സാധ്യമായി തീരുന്നത്? അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ. എങ്ങനെ ദൈവത്തിന് കഴിയും? യേശുക്രിസ്തുവിന് കഴിയും. പാപിയെ രക്ഷിപ്പാൻ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. അവിടുന്ന് മനുഷ്യനായി ജനിച്ചത്, പാപമില്ലാത്തവനായി ജനിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? പാപിയെ രക്ഷിപ്പാൻ. ബൈബിൾ പറയുകയാണ്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. യേശുക്രിസ്തു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നത് പാപിയെ രക്ഷിക്കാനാണ്, എന്നെയും നിങ്ങളെ രക്ഷിക്കാനാണ്. എങ്ങനെയാണ് ദൈവം ഇന്ന് അനുഗ്രഹിക്കാൻ പോകുന്നത്? നിങ്ങളെ ദൈവം എങ്ങനെയാണ് ഇന്ന് അനുഗ്രഹിക്കാൻ പോകുന്നത്? നിങ്ങളുടെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ. പ്രിയമുള്ളവരെ, പാപമാണ് ശാപത്തിന്റെ കാരണം. പാപമാണ് ഇന്നത്തെ ഈ മനുഷ്യൻ അനുഭവിക്കുന്ന സകല കെടുതികളുടെയും കാരണം. പാപത്തിന് പരിഹാരം വന്നിട്ടല്ലാതെ അനുഗ്രഹം സ്വീകരിക്കുവാൻ സാധ്യമല്ല. എങ്ങനെ അനുഗ്രഹം സ്വീകരിക്കാൻ കഴിയുക? അകൃത്യങ്ങളെ വിട്ടുതിരിയുന്നതിനാൽ. പാപത്തെ ഓർത്ത് അനുദപിച്ച് ദൈവത്തിലേക്ക് വരണം. ക്രിസ്തുയേശു എന്താണ് ചെയ്തത്? അവിടുന്ന് ഭൂമിയിൽ വന്നു എന്ന് മാത്രമല്ല, അവിടുന്ന്
ഏകദേശം 33 വയസ്സ് പ്രായമുള്ളപ്പോൾ അവിടുന്ന് കാൽവറിയിലെ ക്രൂശിൽ ഒരു യാഗമായി തീരുകയാണ്. ഈ യേശു ക്രിസ്തുവിനെ നോക്കിയിട്ട് സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. എന്താ ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് പറയാൻ കാരണം? ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് പറയാൻ കാരണം ലോകത്തിന്റെ പാപത്തിന്റെ വിടുതലിന് വേണ്ടി, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം നിയോഗിച്ചയച്ച ഒരു യാഗമൃഗമായ ദൈവത്തിന്റെ കുഞ്ഞാണെന്നാണ് അതിന്റെ അർത്ഥം. അതെ, യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നു എന്ന് മാത്രമല്ല, അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ടു, അവിടുന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. പ്രിയമുള്ളവരെ, പാപത്തെ ഓർത്ത് അനുദപിച്ച് കർത്താവിന്റെ ആ പാപബലിയിൽ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാപമോചനം നൽകുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. സകല ഭൂസീമാവാസികളുമായുള്ളവരെ അവങ്കലേക്ക് തിരിഞ്ഞു രക്ഷ പ്രാപിക്കുവിൻ. ഇതാണ് ബൈബിൾ പ്രസ്താവിക്കുന്നത്. ഇതാണ് ബൈബിൾ പ്രസ്താവിക്കുന്നത്. നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ അവസ്ഥ കുടുംബത്തിലെ സാഹചര്യം ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ വിദ്യാഭ്യാസം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ, യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹവും നമ്മൾ വായിച്ചു കേട്ടല്ലോ, അനുഗ്രഹവും ശാപവും ഇന്ന് നിന്റെ മുമ്പിൽ ദൈവം വയ്ക്കുകയാണ്. പാപത്തെ ഓർത്ത് അനുഭവിച്ച് പാപത്തിന് പരിഹാരം ലഭിച്ചവരായിട്ട് ജീവിക്കുവാൻ നിങ്ങൾക്കിടയാകണം. ഇതാണ് ഞങ്ങൾ തുടർന്ന് പറയുവാനായിട്ട് പോകുന്നത്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയെക്കുറിച്ച് ഇവിടെ തുടർന്ന് നിങ്ങളോട് പറയുവാനായിട്ട് പോവുകയാണ്. ആകയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രസക്തമല്ലാത്ത ഈ യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ എന്ത് ചിന്തിക്കാനാണ്? ഈ ദൈവത്തെ കുറിച്ച് എന്ത് ചിന്തിക്കുന്ന മനുഷ്യന് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഓർക്കുക, അല്ല, ഇത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഇത് അനുഗ്രഹത്തിന്റെയും ശാപത്തിന്റെയും കാര്യമാണ്. പാപത്തെ വിട്ടുതിരിഞ്ഞ് ശാപത്തിൽ നിന്ന് ഒഴിവുള്ളവരായി തീർന്ന് അനുഗ്രഹത്തിന് അവകാശികളായി തീരുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ തുടർന്നുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഒരു പുതിയ ചിന്തയ്ക്ക്, ഒരു പുതിയ മനസ്സ്, ഒരു പുതിയ ചിന്താഗതിയുള്ളവരായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു മൈ ഡിയർ കുഞ്ഞുമാൻ ഡാനിയൽ. അദ്ദേഹം ശാപത്തെയും അനുഗ്രഹത്തെയും കുറിച്ച് ഇവിടെ പറഞ്ഞപ്പോൾ ചെറുപ്പം മുതൽ അറിയാവുന്നത് കൊണ്ട് ഇവിടെയുള്ള അനേക പ്രായമുള്ള ആളുകൾക്കും പാപത്തിന്റെ പരിണിതഫലമായി ശാപഗ്രസ്തരായിരിക്കുന്ന അനേക വ്യക്തികളെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്ന ഒരു കോളനിയാണിത്. പണ്ട് ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 40 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ സ്ഥിതി അറിയുന്നവർക്കറിയാം. എന്നാൽ ഇതെന്തോരം മാറിയിരിക്കുന്നു എന്ന് തീർച്ചയായിട്ടും കാണുമ്പോൾ തന്നെ അറിയാം. അതുകൊണ്ട് അനുഗ്രഹത്തെയും ശാപത്തെയും മുഖാമുഖം കണ്ട അനേക കുടുംബങ്ങളെ പേരെടുത്ത് പറയാവുന്നൊരു ദേശമാണ്. ഇന്ന് ഞാൻ പോരുന്നതിനും ഇന്നത്തെ പത്രം മറിച്ച് നോക്കിയപ്പോൾ അവസാനത്തെ പേജുകളിൽ കണ്ട ഒരു വാർത്ത, ഈ വർഷം 97 കിലോ കഞ്ചാവാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കൊച്ചു കേരളത്തിൽ. അത്രമാത്രം ഭീകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത്, നമ്മുടെ യുവാക്കൾ മുന്നോട്ട് പോകുന്നത്. 97 കിലോ എന്ന് പറയുമ്പോൾ 1 ഗ്രാം മതി ഒരു മനുഷ്യനെ ഉന്മത്തനാക്കുവാനായിട്ടും അവന്റെ ബുദ്ധിയെ തളർത്തിക്കളയുവാനും 1 ഗ്രാം മതി. ഇതെത്രയാണ്? 97 കിലോയാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത്. എത്രയോ ഭീകരമായിരിക്കുന്നൊരവസ്ഥയാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ കണ്ടെത്തി ഈ പാപവഴികളെ വിട്ടവൻ ഒന്നേ ചെയ്യാൻ പാടിടാം, നമുക്ക് പാടിടാം. യേശുവിനായിട്ട് തെരുവീതികളിലോ തോറും വീടുകളിലും എവിടെയും നമുക്ക് യേശുവിനെ പ്രസംഗിക്കുകയും പാടുകയും ചെയ്യാം. കാരണം നമുക്ക് ആ പാപത്തിന്റെ വഴികൾ അറിയാവുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ബഹുമാനനായിരിക്കുന്ന ആന്റണി അവരുകൾ പാടാം പാടിടാം എന്നുള്ള ഗാനം അവർ ആലപിക്കാൻ പോവുകയാണ്. അതിനായിട്ട് അദ്ദേഹം
പാടിടാം ഞാനും സ്നേഹത്തിൻ ഗാനം കേൾപ്പാനായി വന്നിടുമോ സ്നേഹിത ഇന്ന് യേശുവിൻ സ്നേഹം പാടാം ഞാൻ ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ യേശുവിൻ സ്നേഹം പാടാം ഞാൻ ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ പാടിടാം ഞാനും സ്നേഹത്തിൻ ഗാനം കേൾക്കാനായി വന്നിടുമോ സ്നേഹിത ഇന്ന് യേശുവിൻ സ്നേഹം പാടാം ഞാൻ ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ യേശുവിൻ സ്നേഹം പാടാം ഞാൻ ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ നാടില്ല വീടില്ല ചെല്ലാനൊരിടമില്ല ഒടുവിൽ ഞാൻ കുരിശിന്റെ ചുവടോരം തേടി നാടില്ല വീടില്ല ചെല്ലാനൊരിടമില്ല ഒടുവിൽ ഞാൻ കുരിശിന്റെ ചുവടോരം തേടി നീറുമി മനസ്സിന്റെ ശോകങ്ങളെല്ലാം സന്തോഷമായി മാറ്റി യേശുനാഥൻ നീറുമി മനസ്സിന്റെ ശോകങ്ങളെല്ലാം സന്തോഷമായി മാറ്റി യേശുനാഥൻ യേശുവിൻ നാമം അതത്ഭുത നാമം പാപികളിൽ കനിയുന്നൊരു നാമം യേശുവിൻ നാമം അതത്ഭുത നാമം പാപികളിൽ കനിയുന്നൊരു നാമം പാടിടാം ഞാനും സ്നേഹത്തിൻ ഗാനം കേൾപ്പാനായി വന്നിടുമോ സ്നേഹിത ഇന്ന് യേശുവിൻ സ്നേഹം പാടാം ഞാൻ ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ യേശുവിൻ സ്നേഹം പാടാം ഞാൻ ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ രാജാതിരാജാവേ കർത്താതി കർത്താവേ ഉന്നതനാം ദേവനെ വാഴ്ത്തുന്നു മോദം രാജാതിരാജാവേ കർത്താതി കർത്താവേ ഉന്നതനാം ദേവനെ വാഴ്ത്തുന്നു മോദം നരകാഗ്നിയിൽ ഞാൻ വെന്തെരിയാതെ സ്വർഗീയ പറുദീസ നൽകിയല്ലോ നരകാഗ്നിയിൽ ഞാൻ വെന്തെരിയാതെ സ്വർഗീയ പറുദീസ നൽകിയല്ലോ യേശുവിൻ നാമം അതത്ഭുത നാമം പാപികളിൽ കനിയുന്നൊരു നാമം യേശുവിൻ നാമം അതത്ഭുത നാമം പാപികളിൽ കനിയുന്നൊരു നാമം പാടിടാം ഞാനും സ്നേഹത്തിൻ ഗാനം കേൾപ്പാനായി വന്നിടുമോ സ്നേഹിത ഇന്ന് യേശുവിൻ സ്നേഹം പാടാം ഞാൻ
സ്നേഹം പാടാം ഞാൻ, യേശുവിൻ സ്നേഹം പാടാം ഞാൻ, ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ, യേശുവിൻ സ്നേഹം പാടാം ഞാൻ, ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ. താങ്ക് യു മൈ ഡിയർ ആന്റണി. യേശുവിൻ സ്നേഹം പാടണമെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു മാറ്റമുണ്ടാകണം. മതമല്ല മാറേണ്ടത്, മനസ്സ് മാറണം. അതിന് സഹായകമായിരിക്കുന്ന ഒരുവനേ ഉള്ളൂ. നമുക്കറിയാം, അനേകം സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, അനേകം ധ്യാന കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്, അനേക ഡോക്ടർമാർ ചികിത്സിക്കുന്നുണ്ട്. എന്നാൽ ഈ ഡോക്ടർമാർക്കോ ഈ സ്ഥാപനങ്ങൾക്കോ ഒന്നും പരിവർത്തനം വരുത്തുവാൻ സാധിക്കുകയില്ല. ശാശ്വതമായ പരിവർത്തനം വരണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ ആ യേശുവിന് കൊടുക്കണം. മതം മാറുകയോ പേര് മാറുകയോ ചെയ്യണമെന്ന് പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു മതത്തിലേക്ക് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന മതത്തിൽ നിന്ന് മാറിയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതിനെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഫിഷ് ടാങ്കിൽ കിടക്കുന്ന ഈ ഒരു മീനിനെ പിടിച്ച് മറ്റൊരു ഫിഷ് ടാങ്കിലേക്ക് ഇടുന്നതിന് തുല്യമാണ്. സ്വാതന്ത്ര്യം അവിടെയുമില്ല ഇവിടെയുമില്ല. എന്നാൽ നിങ്ങളുടെ മനം മാറുമ്പോഴാണ്, യഥാർത്ഥമായ യേശുവിനെ ആ മനസ്സ് സ്ഥാപിക്കുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥമായ സമാധാനം ലഭ്യമാകുന്നത്. യേശു ക്രിസ്തുവിന്റെ അവസാന നാളുകളിൽ പറഞ്ഞ ഒരു വാക്കിങ്ങനെയാണ്, വാചകം ഇങ്ങനെയാണ്: ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെ വളരെ വ്യക്തമാണ്. സമാധാനം തരുന്നൊരു വ്യക്തിയുണ്ട്, അതാണ് ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരും. ലോകത്തിന് പല സമാധാനങ്ങൾ തരുവാൻ, വാഗ്ദാനം ചെയ്യുവാൻ അനേക ആളുകളുണ്ട്. എന്നാൽ യേശു പറയാൻ, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകും. മാത്രവുമല്ല, അത് ലോകം തരുന്നത് പോലെയല്ല. അതിന് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, ഒരു ലഡു കഴിച്ച ആളോട് ചോദിക്കുകയാണ്, ലഡുവിന്റെ മധുരം ഒന്ന് വിശദീകരിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം പഞ്ചസാര പോലെയാണ് മധുരമെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ തേൻ പോലെ മധുരമുള്ള അതുമല്ല. എന്നാൽ പറയാനായിട്ട് ഏറ്റവും ഉചിതമായിരിക്കുന്ന ഒരു മറുപടി, സഹോദര, നിങ്ങൾ ലഡു തിന്നു നോക്കുമ്പോൾ അതിന്റെ മധുരം അറിയാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ ഈ ദൈവത്തെ രുചിച്ചറിയാൻ, ആ സമാധാനത്തെ അനുഭവിക്കണമെങ്കിൽ ഈ ദൈവത്തെ രുചിച്ചറിയണം. അതാണ് ഞങ്ങളുടെ ദൗത്യത്തിന്റെ ലക്ഷ്യവും അതുതന്നെയാണ്. ഇപ്പോൾ മറ്റൊരു ഗാനവുമായിട്ട് ബഹുമാനനായിരിക്കുന്ന ആന്റണി മുന്നോട്ട് വരികയാണ്. അതിനുശേഷം ബഹുമാനനായിരിക്കുന്നതായി സമൂഹ ദേശത്തിന് ആവശ്യമായിരിക്കുന്ന സ്നേഹ സന്ദേശം നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ ഗാനം ആലപിക്കുവാൻ അദ്ദേഹത്തെ ആന്റണി അവരുടെ സാദരം ക്ഷണിക്കുകയാണ്. ആന്റണി അവർ പാടാൻ പോകുന്ന ലക്ഷ്യമില്ലാതെ നടക്കുന്ന ഒരുവനോടുള്ളായിരിക്കുന്ന വാഗ്ദാനമാണ് പാടുന്നത്. നമുക്കറിയാം, ആടുകളെ സംബന്ധിച്ച് ഇടയനില്ലാതെ അലഞ്ഞു നടക്കുമെന്ന്. ഇടയനുണ്ടെങ്കിൽ അവന്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു ഇടയനെ തിരഞ്ഞെടുക്കാൻ ഒരു ആഹ്വാനമാണ് നൽകുവാൻ സാധിക്കുന്നത്. അനവധി ആളുകൾ കേട്ടിട്ടുള്ള പാട്ടാണ് ഇപ്പോൾ പാടുന്നത്. ആട്ടിടയാ ആട്ടിടയാ നീ മാത്രം നല്ല ഇടയൻ, അവൻ മാത്രമാണ് നല്ല ഇടയൻ. ആട്ടിടയാ ആട്ടിടയാ നീ മാത്രം നല്ല ഇടയൻ, നീ മാത്രം നല്ല ആടുകൾക്കായി ജീവൻ നൽകിയ നീ മാത്രം നല്ല ഇടയൻ.
ആടുകൾക്കായി ജീവൻ നൽകിയ നീ മാത്രം നല്ല ഇടയൻ. ആട്ടിടയാ ആട്ടിടയാ നീ മാത്രം നല്ല ഇടയൻ. നീ മാത്രം നല്ല ഇടയൻ. കാണാതെ പോയ എന്നെ തേടി വന്നല്ലോ നിഞ്ചാരേ. കാണാതെ പോയ എന്നെ തേടി വന്നല്ലോ നിഞ്ചാരേ. നിത്യജീവൻ നൽകിയ ദേവാ നീ മാത്രം നല്ല ഇടയൻ. നീ മാത്രം നല്ല ഇടയൻ. ആട്ടിടയാ ആട്ടിടയാ നീ മാത്രം നല്ല ഇടയൻ. നീ മാത്രം നല്ല ഇടയൻ. ആടുകളെ തേടി നീ ഒരു നാളും കൈവിടാതെ. ആടുകളെ തേടി നീ ഒരു നാളും കൈവിടാതെ. അന്ത്യത്തോളം നടത്തുന്ന ദേവാ നീ മാത്രം നല്ല ഇടയൻ. നീ മാത്രം നല്ല ഇടയൻ. ആട്ടിടയാ ആട്ടിടയാ നീ മാത്രം നല്ല ഇടയൻ. നീ മാത്രം നല്ല ഇടയൻ. Thank you, my dear Anthony. തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾക്ക് നന്ദിയുണ്ട്. ഈ ഗാനം ഇവിടെ പാടുവാനിടയായത് തന്നെ ഈ നാഥനെ ഇടയനായി സ്വീകരിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ ബഹുമാനനായിരിക്കുന്ന ദായി സാമുവൽ അവറുകള് ഈ ദേശത്തിന് ആവശ്യമായിരിക്കും സന്ദേശം നൽകുവാൻ മുന്നോട്ട് വരും. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുകയാണ്. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ശാന്തമായ ഈ അന്തരീക്ഷത്തിൽ ഈ മൈക്കിൻ്റെ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. മറ്റ് പല സ്ഥലങ്ങളിലും ഇതേ സുവിശേഷം ഞങ്ങൾ പ്രസംഗിക്കാറുണ്ട് എന്ന് വരികിലും അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് വളരെ നല്ല സ്നേഹിതന്മാരുണ്ട്. ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളോട് സഹകരിക്കുന്ന, വളരെ സന്തോഷമുള്ള ഞങ്ങളുടെ സ്നേഹിതന്മാർക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം കേൾക്കുമ്പോൾ പലപ്പോഴും ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ ചില ജ്യേഷ്ഠന്മാര് ചോദിക്കാറുണ്ട്, ഇനി എന്നാ വരുന്നത്, മാസത്തിലൊരിക്കെങ്കിലും വന്ന് പ്രസംഗിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അത് ഞങ്ങൾക്ക് ഒരു നിലയിൽ പ്രോത്സാഹനമാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നതായിരിക്കുന്ന ഈ സന്ദേശം എന്ന് പറയുന്നത്
നിങ്ങളുടെ ജീവിതത്തിൽ അനുസരിക്കുവാനായിട്ട് ഇടയായി തീർന്നാൽ ഞങ്ങൾക്ക് എത്രയോ സന്തോഷമാണ്. നിങ്ങൾക്കും അതിൻ്റെ അനുഗ്രഹം അനുഭവിക്കാനായിട്ട് കഴിയും എന്നാണ് ഞങ്ങൾക്ക് പ്രാരംഭമായിട്ട് പറയുവാനായിട്ടുള്ളത്. ആമുഖ സന്ദേശത്തിൽ എൻ്റെ സഹോദരൻ വ്യക്തമാക്കാനായിട്ട് ശ്രമിച്ച ഒരു കാര്യമുണ്ട്. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം എന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടി ചെയ്ത ദൈവമാണ്. ഏതെങ്കിലും ഒരു മതം ഈ ഭാവന ചെയ്യുന്ന ദൈവത്തെ അല്ല ഞങ്ങൾ പറയുന്നത്. ഈ ആകാശവും ഭൂമിയും ഒക്കെ ഒറ്റ വാക്കാൽ വിളിച്ചു വരുത്തിയ ഒരു ദൈവമുണ്ട്. ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവമാണ് നമ്മയൊക്കെ സൃഷ്ടി ചെയ്തത്. ദൈവം ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കിയെന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് അറിയപ്പെടുന്നത് സത്യവേദ പുസ്തകം എന്നാണ്. സത്യവേദ പുസ്തകത്തിന്റെ ഒരു ഭാഗമാണ് പുതിയ നിയമം. ഈ പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി പറയുകയാണ്, ഭൂതലത്തിലെങ്ങും എന്ന് പറഞ്ഞാൽ ഭൂമിയിലെങ്ങും കുടിയിരിപ്പാൻ, ജീവിപ്പാൻ ദൈവം ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ പിതാവിന്റെ അച്ഛന്റെ വഴിക്ക് നാം പുറകോട്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞാൽ, അങ്ങനെ നമുക്ക് മുഴുവനും പോകാൻ കഴിയുകയില്ല. അങ്ങനെ കഴിഞ്ഞാൽ ഞാനും നിങ്ങളും യാത്ര ചെയ്ത് ഒടുവിൽ ചെന്നെത്തുന്നത് ഒരു വീട്ടിലായിരിക്കും, ഒരു പിതാവിന്റെ സന്നിധിയിലായിരിക്കും. അതാണ് ദൈവം സൃഷ്ടിച്ച ആദ്യ മനുഷ്യൻ ആദം എന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് ബൈബിളിനോട് ചോദിച്ചാൽ, വേദപുസ്തകത്തോട് ചോദിച്ചാൽ, വിവിധ ഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന സത്യമാണ്, ദൈവത്തിന് മനുഷ്യരോടുകൂടെ പാർക്കണം. ഇന്ന് മനുഷ്യരൊക്കെ ദൈവത്തെ തേടി പോകുകയാണ്. വടക്കുള്ളവർ തെക്കോട്ട് ഓടുകയാ, അവിടെയാ ദൈവം ഇരിക്കുന്നതെന്ന് ചിന്തിക്കുന്നു. നാം ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് ഈശ്വരഭക്തി മൂലം ദൈവത്തെ തേടി മനുഷ്യനോടുകയാണ്. മതങ്ങളിലൂടെ ആ പ്രവൃത്തി ഇന്ന് വളരെ ധാരാളമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ അവിടെയും എവിടെയും ഈശ്വര സാന്നിധ്യം മനുഷ്യന് കണ്ടെത്താൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് മനുഷ്യൻ ഇന്ന് ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വളരെ വ്യക്തമായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടി ചെയ്ത ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നാണ് ബൈബിൾ നൽകുന്ന ഏറ്റവും പ്രധാനമായ സന്ദേശം. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറില്ലേ, എന്നെ സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ല, എന്റെ പ്രശ്നങ്ങൾ അറിയാൻ എനിക്ക് ആരുമില്ല, ഞാൻ പലപ്പോഴും നിരാശനായി തീരാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ആരെങ്കിലും ഇന്ന് ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായി ഞങ്ങൾ പറയട്ടെ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ സ്നേഹിക്കേണ്ടിയവരും നമ്മെ കരുതേണ്ടവരൊക്കെ അകന്നു മാറിപ്പോകുമ്പോൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ കണ്ടില്ല എന്ന് ധരിച്ച് മാറി നിൽക്കുമ്പോൾ, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ കരുതുവാൻ മനസ്സുള്ള ഒരു ദൈവമുണ്ട് എന്ന് ഈ സായം സന്ധ്യയിൽ ഞങ്ങൾ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യരോടുകൂടെ പാർക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ദൈവവും മനുഷ്യനുമായുള്ള ആ നല്ല ബന്ധത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളഞ്ഞതായിരിക്കുന്ന ഒരു സംഭവം ബൈബിളിൽ പറയുന്നുണ്ട്. അതിന് ബൈബിൾ ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കും, മനുഷ്യൻ പാപത്തിൽ പെട്ടുപോയി. ദൈവത്തിനെതിരെ മനുഷ്യൻ പാപം ചെയ്തു. അതാണ് മനുഷ്യന്റെ ഇന്നിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്തത് കൊണ്ട് ദൈവവുമായുള്ള സംസർഗം മനുഷ്യന് സാധ്യമല്ല. പാപിയല്ലാതെ ആരാ ഉള്ളത്? ഒരുപക്ഷെ നന്നായി ജീവിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. എന്നാൽ അതുകൊണ്ട് ആ മനുഷ്യരൊക്കെ പാപികളല്ല എന്ന് പറയാൻ കഴിയുകയില്ല. കാരണം ഈ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവത്തിന്റെ സ്വരൂപത്തിലാണ്, ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ്.
എന്നാൽ മനുഷ്യനെ കുറിച്ച് പറയുന്നത് ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവനോ അനേകം സൂത്രങ്ങളെ ആരാഞ്ഞു വന്നു എന്നാണ്. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഈ മനുഷ്യനെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയുകയില്ല. ഈ മനുഷ്യനോട് കൂടെ ദൈവത്തിന് പാർക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഇന്ന് ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന സന്ദേശം എന്ന് പറയുന്ന പ്രസംഗ വിഷയം എന്ന് പറയുന്നത് നിങ്ങളോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ പരിചയപ്പെടുത്തുവാനാ, നിങ്ങളെ വാസ്തവമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് പറയുവാനാ ഞങ്ങൾ ഇവിടെ കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവാനുഗ്രഹം ആഗ്രഹിക്കാത്ത ആരാ ഉള്ളേ? ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആധ്യാത്മിക മണ്ഡലങ്ങളിലേക്ക്, ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ കടന്നു പോകുകയാ. എന്തിനു വേണ്ടിയാണെന്ന് അവരിലെ ആരെങ്കിലും ഒക്കെ വിളിച്ചൊന്ന് ചോദിച്ചാൽ അവരൊക്കെ ഒരേ സ്വരത്തിൽ പറയും, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, ആ പ്രശ്നം ഒന്ന് ദൈവം പരിഹരിച്ചു തരണം. എന്റെ ജീവിതത്തിൽ മദ്യപാനത്തിൽ നിന്ന് എനിക്ക് ഒഴിവ് ലഭിക്കണം, അല്ലെങ്കിൽ ഒരു വിടുതൽ ലഭിക്കണം, മാറാ രോഗത്തിൽ നിന്ന് എനിക്ക് വിടുതൽ ലഭിക്കണം, എന്റെ മക്കളുടെ വിവാഹം നടക്കണം, എനിക്കൊരു നല്ല വീടുണ്ടാകണം. ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും ആധ്യാത്മികമായിരിക്കുന്ന ധ്യാന കേന്ദ്രങ്ങളിലേക്ക് മനുഷ്യൻ പോകുന്നത്. ചിലർക്കൊക്കെ കിട്ടിയെന്നൊക്കെ പറയുന്നു. എന്നാൽ വാസ്തവത്തിൽ ഭൗതികമായ അനുഗ്രഹം അതിൽ തന്നെ മനുഷ്യന് അനുഗ്രഹമായി തീരുന്നില്ല എന്നുള്ളത് ഈ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ പെട്ടുഴലുന്ന മനുഷ്യൻ ഇന്ന് സമാധാനമില്ലാത്തവനാണ്. അത് ഏതാ പ്രതിസന്ധി? വിദ്യാഭ്യാസം ഇല്ലാത്തതാണോ? പണം ഇല്ലാത്തതാണോ? ആരോഗ്യമില്ലാത്തതാണോ? ഇതൊന്നും അല്ലെന്ന്. വിദ്യാഭ്യാസമുള്ളതായിരിക്കുന്ന മനുഷ്യന് ഇന്ന് സമാധാനമില്ല. ഇഷ്ടംപോലെ ബാങ്ക് ബാലൻസ് ഉള്ള മനുഷ്യർക്ക് ഇന്ന് സമാധാനമില്ല. ലോകത്തിൽ ഇന്ന് നല്ല ആരോഗ്യ ദൃഢഗാത്രന്മാരായി ജീവിക്കുന്ന ആളുകൾക്ക് സമാധാനമില്ല. സമാധാനം ഉണ്ടായിരുന്നെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യുമായിരുന്നോ? ഇഷ്ടംപോലെ ആസ്തികളുള്ളതായിരിക്കുന്ന എത്രയോ മനുഷ്യരാണ് സമാധാനമില്ലാതെ ആത്മഹത്യയിലേക്ക് നീങ്ങുന്നത്. വ്യക്തിപരമായിട്ട് കുടുംബമായിട്ടൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രിയപ്പെട്ടവര്, ഭൗതികമായ നന്മകളൊന്നുമല്ല ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഭൗതികമായിരിക്കുന്ന പ്രതിസന്ധികളല്ല മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യൻ പാപിയായി തീർന്നു എന്നുള്ളതാണ്. പാപത്തിൽ ജനിച്ചതുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് നമുക്കറിയാം എന്ത് നിഷ്കളങ്കരാണ്. ആ കുഞ്ഞിനെ മാതാപിതാക്കന്മാർ ഒരിക്കലും തെറ്റായിരിക്കുന്ന ഒരു കാര്യവും പരിചയവും അല്ലെങ്കിൽ ഒരു കാര്യം അഭ്യസിപ്പിക്കുകയില്ല. നമ്മുടെ ദേവാലയങ്ങളിലോ നമ്മുടെ കലാലയങ്ങളിലോ തെറ്റായിരിക്കുന്ന കാര്യം പഠിപ്പിക്കുകയില്ല. എന്നാൽ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ച് അത് വളരുന്നതനുസരിച്ച് അത് കോപിക്കുന്നു, കരയുന്നു, ദേഷ്യപ്പെടുന്നു, നുണ പറയുന്നു, മോഷ്ടിക്കുന്നു, എന്തെല്ലാം കാര്യമാണ് ചെയ്യുന്നത്. ആരാ പഠിപ്പിച്ചത്? ആരും പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന് നൈസർഗികമായി അവർ പാരമ്പര്യമായിട്ട് ജന്മസിദ്ധമായി കിട്ടിയ സ്വഭാവമാണ്. ജന്മവാസന എന്ന് വേണമെങ്കിൽ പറയാം. എന്റെ പിതാവ് പാപിയായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ പാപികളായിരുന്നതുകൊണ്ട് നാം പാപത്തിൽ പിറന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ജന്മനാ മനുഷ്യൻ പാപിയാണ്. ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് വേദപുസ്തകം പറയുകയാണ്. അത് സത്യമാണ്. ആദ്യബ്രാഹ്മണൻ, ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യബ്രാഹ്മണൻ പ്രഭാത സ്നാനത്തിനായി വെള്ളത്തിലേക്ക് ഇറങ്ങി ഒരു കൈക്കുമ്പിളിൽ ഒരു കുമ്പിൾ ജലവും എടുത്തുകൊണ്ട് ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ. പാപഹം, ഞാൻ പാപത്തിലാണ്. പാപകർമ്മോഹം, എന്റെ കർമ്മം പാപമാണ്. പാപസംഭവ, ഞാൻ ജനിച്ചതേ പാപത്തിലാണ്. അപ്പോ ലോകത്തിലെ എല്ലാ മതങ്ങളും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ മനുഷ്യരും പാപികളാണ്. ഇതാണ് മനുഷ്യന്റെ പ്രശ്നം. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നതായിരിക്കുന്ന യുദ്ധത്തിന്റെ കേൾവി നമ്മെ വളരെ ഭയപ്പെടുത്തുന്ന, ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എവിടെ നോക്കിയാലും മനുഷ്യൻ സ്വസ്ഥതയും സമാധാനവുമില്ല. നമുക്കറിയാം കൊച്ചു കേരളത്തിൽ യുദ്ധഭീതിയൊന്നുമില്ല. അതുകൊണ്ട് യുദ്ധത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്കൊന്നും അതിന്റെ ഗൗരവം മനസ്സിലാകുകയില്ല. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം,
യുദ്ധം കൊടുമ്പരി കൊണ്ടു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഞാനും നിങ്ങളും ഏറ്റുവാങ്ങിയേ മതിയാകുള്ളൂ. അതുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൽ അരങ്ങേറുന്നതായിരിക്കുന്ന ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ മനുഷ്യൻ പാപിയാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന കാരണം. അതുകൊണ്ട് മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുവാൻ തടസ്സമായിട്ടുള്ളത് എന്താണ്? നമ്മുടെ പാപമാണ്. നമ്മുടെ ഓരോരുത്തരും പാപമാണ്. നാം ഉണ്ടാക്കി കൂട്ടിയതായ പാപമല്ല. നാം പാപത്തിൽ പിറന്നതുകൊണ്ട് പരിശുദ്ധനായ ദൈവത്തിന് നിന്റെ അടുക്കലേക്ക് വന്ന് നിന്നെ അനുഗ്രഹിപ്പാൻ, നമ്മുടെ അടുക്കലേക്ക് വന്ന് നമ്മെ അനുഗ്രഹിപ്പാൻ കഴിയാതെ വണ്ണം പാപം ഒരു വലിയ പ്രതിസന്ധിയായിട്ട് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത് ആ പാപത്തിന് പരിഹാരം വരുത്തിയ ഒരു വ്യക്തിയെ കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടാ. മാനവകുലത്തിന്റെ ജാതി മത വർണ്ണ വർഗ വ്യത്യാസം കൂടാതെ മനുഷ്യരുടെ മേൽ പാപം വരുത്തിവെച്ച വലിയ വിനയിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിക്കുവാൻ തക്കവണ്ണം ലോകത്തിലേക്ക് പാപം കൂടാതെ പിറന്ന് ഒരുവനുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ അനുഗമിക്കുന്ന ലോകരക്ഷിതാവായ കർത്താവായ യേശു മാത്രമാണ്. നമ്മളെല്ലാവരും പാപത്തിൽ പിറന്നു. എന്നാൽ യേശു പാപം കൂടാതെ ഈ ലോകത്തിലേക്ക് പിറന്നവനാണ്. യേശു ക്രിസ്തു പാപമില്ലാത്ത ഒരു ശരീരത്തിലാണ് ഈ ലോകത്തിൽ ജീവിച്ചത്. അവന്റെ ജനനം നമ്മുടെ ജനനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞാനും നിങ്ങളും മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചെങ്കിൽ യേശു സ്ത്രീയിൽ നിന്നാണ് ജനിച്ചത്. പുരുഷ ബന്ധം കൂടാതെയാണ് ജനിച്ചത്. അതുകൊണ്ട് ആദാമ്യ പാപം യേശു ക്രിസ്തുവിൽ ഒരിക്കലും കടന്നു വരുന്നില്ല. യേശുക്രിസ്തു ജനിച്ചത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ്. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു ജനിച്ചത് പാപം കൂടാതെയാണ്. അവൻ വിശുദ്ധനായിട്ടാണ് ജനിച്ചത്. അവന്റെ ജീവിതത്തിൽ ഒരു പാപവും ആർക്കും തെളിയിക്കുവാൻ ഇന്നയോളം കഴിഞ്ഞിട്ടില്ല. യേശു ഈ ലോകത്തിൽ 3.5 വർഷക്കാലം എന്ന് പറഞ്ഞാൽ 3.5 വർഷം തന്റെ പരസ്യ ശുശ്രൂഷ നടത്തി. യേശുവിന് ഒത്തിരി ശിഷ്യന്മാരും അതുപോലെ ഒത്തിരി കേൾവിക്കാരും ഉണ്ടായിരുന്നു. മാത്രമല്ല, യേശുവിന്റെ കൂടെ എപ്പോഴും സഞ്ചരിച്ചിരുന്ന ഒരു കൂട്ടം യേശുവിന് ശത്രുക്കളായിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു വലിയ ജനാവലിയുടെ മുമ്പാകെ നിന്നുകൊണ്ട് യേശു ഒരിക്കൽ ഇങ്ങനെ ചോദിച്ചു, നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് എന്നെ ബോധവൽക്കരിക്കാം, എനിക്ക് ബോധം തരാം? അന്ന് ആർക്കും കഴിഞ്ഞില്ല. യേശുവിൽ ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കുവാൻ അന്ന് കഴിഞ്ഞില്ല. അതിനുശേഷം ഇന്നയോളം കഴിഞ്ഞിട്ടില്ല. യേശുവിനെ ക്രൂശിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. നമുക്കറിയാം, ചരിത്രം അത് രേഖപ്പെടുത്തുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ എന്തിനാ ക്രൂശിച്ചത് എന്ന് ചോദിച്ചാൽ ക്രൂശിച്ച ആളുകൾക്ക് പോലും അറിഞ്ഞുകൂടായിരുന്നു. യേശുവിനെ വിധിച്ച് ക്രൂശീകരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത അന്നത്തെ റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഈ യേശുവിൽ ഒരു കുറ്റവും കാണുന്നില്ല, യേശുവിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പീലാത്തോസ് ആവർത്തിച്ച് പറഞ്ഞു. എന്നിട്ടും യേശുവിനെ ക്രൂശിച്ചു, ഇല്ലേ? അത് അത്ഭുതമാണ്. നമ്മുടെ ദേശത്തൊരു നിയമസംഹിതയുണ്ട്. കൈ കഴുകി. ആ നിയമസംഹിത നൽകുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അത് നമ്മുടെ ദേശത്തിന്റെ മാത്രമല്ല, എല്ലാ രാജ്യത്തിന്റെയും നിയമത്തിന്റെ ഒരു ആദർശമാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താ? ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കോടതികൾ മാറി പറഞ്ഞവനെ എന്തുകൊണ്ട് ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിച്ചു എന്ന് ചോദിച്ചാൽ പീലാത്തോസിന് ഉത്തരമില്ല. പീലാത്തോസ് തന്റെ ജീവിത അവസാനം വരെ ആ ഗലീല കടലിൽ പോയിരുന്ന് ഈ ചേട്ടൻ പറഞ്ഞ പോലെ കൈ കഴുകി അവൻ ജീവിതം അവസാനിപ്പിച്ചു എന്നാണ് നാം ചരിത്രത്തിൽ വായിക്കുന്നത്. കാരണം അവൻ ആ കുറ്റബോധത്തിൽ നിന്ന് ഒരിക്കലും വിടുതൽ പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ പറയട്ടെ, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആരെ കുറിച്ച് കോടതികൾ മാറി പറഞ്ഞുവോ,
ആ വ്യക്തിയെ ക്രൂശീകരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത് അന്നത്തെ യഹൂദൻ എന്ന് അറിയപ്പെടുന്ന, ഇന്നത്തെ ഇസ്രായേൽ എന്ന് അറിയപ്പെടുന്ന ആ ജനതയാണ്. ആ ജനതയെ കുറിച്ച് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച ജനമാണ്. അവൻ ചെയ്ത ദോഷമെന്ത് എന്ന് പിലാത്തോസ് ചോദിക്കുമ്പോൾ ആ ജനത ഒന്നടങ്കം പറയുകയാണ്, അവൻ ചെയ്ത ദോഷമൊന്നും അവർക്ക് പറയുവാനില്ല. അവനെ ക്രൂശിക്കുക, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ എന്ന് ആ ജനം ആർത്തു വിളിച്ചു. അതിന്റെ പരിണതഫലമായി റോമൻ ഗവർണർ പിലാത്തോസ് യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് വിട്ടുകൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ വേഗത്തിൽ പറഞ്ഞു വരട്ടെ. യേശുക്രിസ്തു എന്തിനു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് അന്നത്തെ നീതിപീഠത്തിനോ അന്നത്തെ സമൂഹത്തിനോ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വന്നാൽ, ഞങ്ങൾ പ്രസംഗിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ആധാരമാക്കിയിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം അടക്കപ്പെട്ടു, മൂന്നാം ദിവസം തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിയ പാപമെന്ന വലിയ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ ലോകത്തിന്റെ പാപത്തെയും ശാപത്തെയും ചുമന്ന് കാൽവരിയുടെ കൊലക്കളത്തിൽ ഒരു കൊടുംപാപിയെ പോലെ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെടുമ്പോൾ, പ്രിയദേശമേ, നിങ്ങൾ മനസ്സിലാക്കണം, എന്റെയും നിങ്ങളുടെയും സമസ്ത ലോകത്തിന്റെയും പാപത്തിനു വേണ്ടിയാണ് കർത്താവായ യേശു മരിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ ക്രൂശിൽ നിന്ന് വെളിപ്പെടുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മഹത്വം എത്ര വലിയതാണ്! ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് എഴുതി വെക്കാതെ വെളിപ്പെട്ട സ്ഥാനം യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശാണ്. ആ ക്രൂശിൽ ക്രിസ്തു മരിക്കുമ്പോൾ, എന്റെ മാന്യ സ്നേഹിതരെ, നിങ്ങളെയും നമ്മെ ഓരോരുത്തരെയും യേശുക്രിസ്തു സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുകയായിരുന്നു. വേറൊരു കൊച്ചു വാക്യം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് യേശു കർത്താവിന്റെ വാക്കാണ്. യേശു കർത്താവ് പറഞ്ഞു, സ്നേഹിതന്മാർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല. സ്നേഹിതന്മാർക്ക് വേണ്ടി പൈസ കൊടുക്കുന്ന കാര്യമല്ല, ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ചെയ്തത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ മുഴുവനും പാപത്തിന് പരിഹാരം വന്നു. എന്നാൽ അത് എനിക്ക് സ്വന്തമായി കിട്ടണമെങ്കിൽ എനിക്ക് പകരമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവായി സ്വീകരിക്കണം. യേശു എന്ന വാക്കിനർത്ഥം രക്ഷകൻ എന്നാണ്. ആ രക്ഷകനെ നിങ്ങൾ കർത്താവായി സ്വീകരിച്ചാൽ, മകനെ, മകളെ, നിന്റെ അനവധിയായ പാപങ്ങൾ ക്ഷമിച്ചു തരുവാൻ യേശുവിന് കഴിയും. യേശുവിന് മാത്രമേ കഴിയുള്ളൂ. കാരണം യേശു മാത്രമേ പാപിക്ക് വേണ്ടി മരിച്ചിട്ടുള്ളൂ. യേശു മാത്രമേ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. ലോകത്തിൽ അനേക മഹാന്മാരുണ്ടായിട്ടുണ്ട്, മതപരമായിട്ടും രാഷ്ട്രീയമായിട്ടൊക്കെ. എന്നാൽ ഈ നേതാക്കന്മാരൊക്കെ മരിച്ചിട്ട് അവരാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ലോകത്തിലുണ്ടായ മഹാന്മാരുടെ ജന്മദിനം നാം കൊണ്ടാടാറുണ്ട്, മരണദിനവും നാം ഓർക്കാറുണ്ട്. പക്ഷെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടാടുന്ന ഏതെങ്കിലും വ്യക്തികൾ ലോകത്തിലുണ്ടോ? യേശുവല്ലാതെ. യേശു മാത്രമേ മരിച്ചിട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ ലോകത്തിന്റെ മുമ്പാകെ തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയുണ്ട്. മനുഷ്യൻ മരിച്ചാൽ അവൻ വീണ്ടും ജീവിക്കുവാനായിട്ട് പോകുകയാണ്. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. എന്റെ മാന്യ സ്നേഹിതരെ, ഈ ലോകത്തിൽ അല്പായുസുള്ള മനുഷ്യരാണ് നാം ഒക്കെയും. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ, പുരുഷൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാണ് എന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്പകാലം മാത്രമേ മനുഷ്യ ജീവിതമുള്ളൂ. എന്നാൽ ഈ ലോകത്തിലെ ഈ ജീവിതം കഴിഞ്ഞ് മരണത്താൽ നാം മാറ്റപ്പെടുന്നത് മറ്റൊരു നിത്യസ്ഥാനത്തേക്കാണ്. ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം. രണ്ട് സ്ഥലമേ ഉള്ളൂ.
പ്രിയപ്പെട്ടവരെ, ഇത് വിശ്വസിക്കാൻ ഇന്നത്തെ പുതിയ ജനതയ്ക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ല. എല്ലാ മതവും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ വളർന്നു വരുന്ന തലമുറ പറയുന്നത് ഇത് വെറുതെ പറയുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നാം മനസ്സിലാക്കണം, അത് ദൈവത്തിന്റെ പുത്രനായ കർത്താവ് പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പ്രസംഗിക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് മരണത്തിന് ശേഷം ഒരു ന്യായവിധിയുണ്ട്, മരണത്തിന് ശേഷം നിത്യമായ സ്വർഗമുണ്ട്, നിത്യമായ നരകമുണ്ട്. പാപിയായിരിക്കുന്ന മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷയായ നരകത്തിലേക്ക് പോകേണ്ടി വരും. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, സാധാരണ ഒരു ചൊല്ലുണ്ട്, പാപി ചെല്ലുന്നിടം പാതാളം. ഇവിടെ അടുത്തുള്ള പാതാളമല്ല, ശിക്ഷയായിട്ട്, നിത്യശിക്ഷയായിട്ട് നരകശിക്ഷയെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ശിക്ഷയായി മനുഷ്യൻ നരകത്തിലേക്ക് പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സന്ദേശമാണ് സുവിശേഷം. അത് ദൈവത്തിന്റെ സുവിശേഷമാണ്. എന്നെ കേൾക്കുന്ന ഈ സ്ഥലത്ത് എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് മനുഷ്യനായി വന്ന യേശുക്രിസ്തു. ആ യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള തെളിവാണ് യേശുവിന്റെ മരണം. അവൻ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് നമ്മെ രക്ഷിക്കുവാൻ യേശുവിന് കഴിയും, യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഈ സത്യം ഞങ്ങൾ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന പോലെ ഈ സുവിശേഷം കേട്ട് ഞങ്ങൾ വിശ്വസിച്ച് ഈ കർത്താവിന് വേണ്ടി ഞങ്ങളുടെ ഹൃദയത്തെ കൊടുത്തപ്പോൾ എന്തൊന്നില്ലാത്ത സമാധാനം കിട്ടി. ദൈവം കർത്താവ് പാപങ്ങൾ ക്ഷമിച്ചു തന്നു എന്നുള്ളതായിരിക്കുന്ന ആ ഉറപ്പ് ലഭിച്ചു. ഇന്ന് ഇവിടെ വീണും മരിച്ചാൽ സ്വർഗത്തിലെ കർത്താവിനോടുകൂടെ സ്വർഗത്തിലായിരിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇല്ല എന്ന് വരികിൽ നിങ്ങൾക്കും ഈ ഉറപ്പ് ലഭിക്കും. പാപത്തിന് പരിഹാരം തന്ന് ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവി തന്ന് നിങ്ങളെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർക്കുവാൻ ലോകത്തിൽ ഒരു മതത്തിനും കഴിയുകയില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരണ്ട, ഒരു മതത്തിനും കഴിയുകയില്ല. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്ന യേശുക്രിസ്തുവിനെ തരുവാൻ കഴിയും. സ്വർഗം ഉറപ്പാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും സ്വർഗത്തിലെത്തുന്നില്ല. യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നവനാണ്. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40-ാം നാൾ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയത് നോക്കി നിൽക്കുന്നതായിരിക്കുന്ന ഗലീല പുരുഷന്മാരോട് യേശുക്രിസ്തു അവരെ വിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുമ്പോൾ ഗലീലയിൽ ഒരു പറ്റം ആളുകൾ ആ കാഴ്ച നോക്കി വളരെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ 2 വെള്ള വസ്ത്രധാരികളായിരിക്കുന്ന പുരുഷന്മാർ അവരുടെ സമീപം നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് ഈ യേശു, ദി സെയിം ജീസസ്, ഈ യേശു സ്വർഗത്തിലേക്ക് പോയവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ് ഒരിക്കൽ വന്ന് പാപത്തിന് പരിഹാരം വരുത്തി സ്വർഗത്തിലേക്ക് പോയവനും ഇനി വീണ്ടും വരുന്നവനുമാണ്. ഇനി വരുന്നത് പാപിയെ രക്ഷിക്കാനല്ല, തന്നിൽ വിശ്വസിച്ചവരെ തന്റെ സവിധം ചേർക്കുവാനും ഈ ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാനും ഈ ഭൂമിയിൽ സമത്വ സുന്ദരമായ ഒരു ഭരണം കാഴ്ചവെക്കുവാനുമായി യേശു വേഗം വരുവാനായിട്ട് പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് സത്യമാണ്. മിഡിൽ ഈസ്റ്റിൽ ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന യുദ്ധകോലാഹലങ്ങൾ ഞാൻ വിശ്വസിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ കർത്താവിന്റെ 2ാം വരവിന്റെ ലക്ഷണമാണ്. കർത്താവേ, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത് എന്ന് യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, യുദ്ധങ്ങളെ കുറിച്ച് നിങ്ങൾ കേൾക്കും, രാജ്യം രാജ്യത്തോട് എതിർക്കും, ജാതി ജാതിയോട് എതിർക്കും, മനുഷ്യന്റെ സ്നേഹം തണുത്തു പോകും, മനുഷ്യർ അന്യോന്യം കൊല്ലും കൊലവിളിച്ചും മുന്നോട്ട് പോകുന്ന വളരെ മഹാവ്യാധികൾ ലോകത്തിലെവിടെയും പിടിപെടും. അങ്ങനെ നിങ്ങൾ കാണുമ്പോൾ ഒന്നോർത്തുകൊള്ളുക, ഞാൻ അടുക്കൽ വാതിൽക്കലായിരിക്കുന്നു. ഞങ്ങൾ പ്രസംഗിക്കുകയും ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ ആഘോഷിക്കുകയും ചെയ്യുന്ന കർത്താവായ യേശു ഇനി 2ാമത് വരുവാൻ ഇനിയും അധിക നാളുകൾ നീണ്ടുപോകുകയില്ല. അനധിവിദൂര ഭാവിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് വരാൻ പോകുകയാണ്. അവൻ 1ാമത് വന്ന് ഭാവിയെ രക്ഷിക്കുവാനാണ് എങ്കിൽ ഇനി വരാൻ പോകുന്നത് തന്നിൽ വിശ്വസിച്ചവരെ ചേർക്കുവാൻ വേണ്ടിയാണ്. ജാതി മത വർണ്ണവർഗ വ്യത്യാസം കൂടാതെ ഏത് മനുഷ്യനും യേശുവിൽ വിശ്വസിക്കാം.
യേശു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. എന്നാൽ യേശുവിന്റെ പേരിൽ ഇഷ്ടംപോലെ മതവും സഭയും ഒക്കെ ഉണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപിയെ രക്ഷിക്കുവാനായതുകൊണ്ട് എല്ലാ മനുഷ്യരും ഈ സുവിശേഷം കേൾക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെയും ഈ കോളനിയിലേക്ക് കടന്നു വന്ന ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ അന്ന് പറഞ്ഞ പ്രസംഗം അത് തന്നെ ഇന്നും പറയുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം, നിങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത്, ഈ യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുക. മതം മാറണ്ട, വീട്ടിൽ നിന്ന് എവിടേക്കും പോകണ്ട, ഒരണക്കാശ് പോലും നിങ്ങൾ മുടക്കേണ്ടതായ ആവശ്യമില്ല, ഒരു നേർച്ചയും ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു പുണ്യപ്രവൃത്തിയും ഇതിനാവശ്യമില്ല. പാപിയാണെന്ന് സമ്മതിച്ച്, അല്ലയോ കർത്താവേ എന്റെ പാപത്തിനു വേണ്ടി അങ്ങ് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന ഏത് നിഷ്ഠൂര പാപിയുടെയും പാപം ക്ഷമിക്കും. കർത്താവിന് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു പാപവുമില്ല, കർത്താവിനെ രക്ഷിക്കുവാൻ കഴിയാത്ത ഒരു പാപിയുമില്ല. അതുകൊണ്ട് ഈ യേശു നിന്നെ സ്നേഹിക്കുന്നു. ഗ്ലാസ് കോളനി ദേശനിവാസികളും ഇതിലൂടെ സഞ്ചരിച്ച് ഇവിടെ വന്ന് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നു പോകുന്നവരുമായ ഞങ്ങളുടെ സ്നേഹിതന്മാരായി നിങ്ങളോട് ഞങ്ങൾ പറയട്ടെ, നിന്നെ രക്ഷിക്കുവാൻ യേശുവിന് കഴിയും. നിന്റെ പാപത്തെ ക്ഷമിച്ചു തരുവാൻ യേശുവിന് കഴിയും. യേശു ക്രിസ്തു നിന്റെ പാപത്തിന് പരിഹാരമാ ക്രൂശിൽ മരിച്ചു. യേശു ക്രിസ്തു കടന്നു പോകുന്നത് നോക്കിക്കൊണ്ട് സ്നാപക യോഹന്നാൻ ഇങ്ങനെ അന്ന് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നു നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇന്ന് നാം പാപത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ജീവിതത്തിന് അർത്ഥമില്ലാതെ, ലക്ഷ്യമില്ലാതെ ഒരു നിമിഷം പോലും ഇനി പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ സമ്മതിക്കുക, കർത്താവേ ഞാൻ പാപിയാണ്, ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നു, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചു, ഞാൻ വിശ്വസിക്കുന്നു, അങ്ങേ എന്റെ കർത്താവായി ഇന്ന് സ്വീകരിക്കുന്നു. ആർക്ക് പറയാൻ കഴിയും? ആർക്ക് വിശ്വസിക്കുവാൻ കഴിയും? അവൻ രക്ഷിക്കപ്പെടും. എവിടെ നിന്ന്? നരകശിക്ഷയിൽ നിന്ന്. അവർ മരിച്ചാൽ സ്വർഗത്തിൽ പോകും. സ്വർഗത്തിൽ പോണ വിഷയമാണ് ഞങ്ങൾ പറഞ്ഞത്. പൈസ കൊടുക്കണ്ട, ഞങ്ങളുടെ കൂടെ വരണ്ട, യേശുവിൽ വിശ്വസിക്കുക. യേശു മാത്രം രക്ഷകൻ, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശുവിന്റെ നാമം മാത്രം. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഈ സുവിശേഷം ഇന്ന് എവിടെയും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ലോകമെമ്പാടും എല്ലാ ഭാഷകളിലും ഈ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുക. കാരണം പാപിക്ക് രക്ഷിക്കപ്പെടുവാനുള്ള ഏക മാർഗമാണ് യേശു. ഇത് വിശ്വസിച്ചാൽ സ്വർഗം കിട്ടും. ഇത് വിശ്വസിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഇത് തള്ളിക്കളയാനും നിങ്ങൾക്കുണ്ട്. വിശ്വസിക്കണോ? നിങ്ങളുടെ സ്വാതന്ത്ര്യം. തള്ളിക്കളയണോ? നിങ്ങളുടെ സ്വാതന്ത്ര്യം. ആരും ഇന്ന് ചോദിക്കൂല. പക്ഷെ ചോദിക്കുന്ന ഒരു ദിവസം വരാൻ പോകുകയാണ്. ദൈവം നിയമിച്ച പുരുഷൻ മുഖാന്തരം, അതായത് യേശുക്രിസ്തു മുഖാന്തരം ദൈവം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഒരു ദിവസം വരുന്നു പ്രിയപ്പെട്ടവരെ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് വേണ്ടി നിയമിച്ചിരിക്കുക. ആ ന്യായവിധിയുടെ നാളിൽ നിങ്ങൾ ഒരിക്കലും പറയുകയില്ല ഞാൻ സുവിശേഷം കേട്ടിട്ടില്ലെന്ന്. പലവട്ടം നമ്മൾ കേട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഈ സുവിശേഷം കേട്ടില്ല എന്ന് ഇനി പറയാൻ കഴിയുകയില്ല. എന്തുകൊണ്ട് വിശ്വസിച്ചില്ല എന്നുള്ളതാണ് ചോദിക്കാൻ പോകുന്നത്. മനുഷ്യരാരുമല്ല ചോദിക്കുന്നത്, കർത്താവായ യേശു തന്നെയായിരിക്കും. ഈ സുവിശേഷം കൊണ്ട് മനുഷ്യനെ ന്യായം വിധിക്കുന്ന ദിവസം, മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിലെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുക. ഈ സുവിശേഷം അനുസരിക്കാത്തവർക്ക് അന്ന് കിട്ടുന്ന കാര്യം എന്താണെന്നറിയാമോ? അത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വരും. ആ നാശം താൽക്കാലികമല്ല, നിത്യനാശമാണ്. അതിനാ നരകശിക്ഷ എന്ന് പറയുന്നത്. തീരുക്കള വിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്ക് ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്യയിലത്രേ. അത് രണ്ടാമത്തെ മരണം. പ്രിയപ്പെട്ടവരെ, ആർക്കും ആ ദുർഗതി വരരുത്. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ആ സ്വർഗീയമായിരിക്കുന്ന രക്ഷയെ യേശുക്രിസ്തുവിൽ കൂടെ വിശ്വാസത്താൽ അത് പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ഈ ദേശത്ത് ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും ദൈവം ഇടയാക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ പ്രോഗ്രാം ഇവിടെ ഇത്രയും നേരം ശ്രദ്ധിച്ച എല്ലാവർക്കുമുള്ള
ഹൃദയംഗമമായിരിക്കുന്ന നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരു നാണയത്തിന് രണ്ട് വശമുള്ളതുപോലെ തന്നെ രക്ഷ പ്രാപിച്ചതിനു ശേഷം യേശുക്രിസ്തുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ സ്വർഗത്തിൽ അവകാശിയായി തീരുമെന്ന് വളരെ വ്യക്തമായും ശക്തമായും പറയുവാനിടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ അതിന് മറുവശമുണ്ട്. അതിതാണ് പാപത്തിന്റെ ശിക്ഷയായിരിക്കും നിത്യനരകത്തെക്കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നത്. അറിയാതെ പോകരുത്. തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയാണ്. നിത്യകാലം അതിൽ കഴിയേണ്ടി വരുമെന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. ഇങ്ങനെ വിശ്വസിച്ച് ദൈവമക്കളായി തീരുന്നവരെ എഴുതുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ജീവപുസ്തകം എന്നാണ്. മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഈ തീപ്പൊയ്കയിൽ വീഴാതിരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. മാത്രവുമല്ല, നിങ്ങൾക്ക് ഈ രക്ഷപ്പെടുവാനുള്ളതായിരിക്കുന്ന അവസരം വളരെ വിരളമാണ്, അല്ലെങ്കിൽ വളരെ നൈമിഷികമാണ്. കാരണം നമ്മുടെ മരണം എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒന്നുകിൽ മരിക്കുവാൻ പെട്ടെന്ന് മരിച്ചേക്കാം, അല്ലെങ്കിൽ നമ്മൾ കുറച്ചു നാളുകൂടി ജീവിക്കുകയാണെങ്കിലും നമുക്കറിഞ്ഞുകൂടാ എന്നാണ് നാം മരിക്കുന്നതെന്ന്. മറ്റൊരു കാര്യം അറിയാത്തത്, യേശുക്രിസ്തു എപ്പോഴാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. യേശുക്രിസ്തു നമ്മൾ കേട്ടതുപോലെ യേശുക്രിസ്തു വരുവാൻ ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തു വന്നു കഴിഞ്ഞാൽ രക്ഷയുടെ എല്ലാ വാതിലുകളും അടയാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. സുപ്രസാദകാലം ഇതാണ്. ഇപ്പോഴാകുന്നു, പിന്നീടാകുന്നു എന്നുള്ള ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ആ രക്ഷയിലേക്ക് നിങ്ങൾ ഒരിക്കൽ കൂടി ആർദ്രവമായി ഹൃദയംഗമമായി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന ആരും കൈവിടപ്പെട്ടു പോകരുത്. യേശുക്രിസ്തു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കണ്ണിമിക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. ആര് രൂപാന്തരപ്പെടും? ഈ കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ചവർ രൂപാന്തരപ്പെടും. കർത്താവിനെ എതിരെടുക്കുവാൻ ആകാശ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. ഇനി അന്നത്തെ വാർത്ത ഇതായിരിക്കും. അധികം താമസമില്ല. ആ വാർത്ത ഇങ്ങനെയാണ്: ഈ കുറെ ആളുകളെ കാണാനില്ല. അങ്ങനെയാണ് ഇനിയുള്ള ഒരു വാർത്ത. ഭയങ്കര ലോകം മുഴുവൻ ഞെട്ടിവിറയ്ക്കുന്ന ഒരു വാർത്ത. കുറെ ആളുകളെ കാണാനില്ല. എവിടെ പോയി എന്നറിഞ്ഞുകൂടാ. നമുക്കറിയാം, വേദപുസ്തകം വായിച്ച് പരിചയമുള്ളവർക്കറിയാം, അവരെ യേശുക്രിസ്തുവിലൂടെ ആകാശങ്ങളിൽ എടുക്കപ്പെട്ടു എന്നാണ്. കാരണം ഇത് പറയുവാൻ കാരണം, ഈ വേദപുസ്തകത്തിൽ 400, 500, 600, 700 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ അക്ഷരം പ്രതി സമയം തെറ്റാതെ നടന്നിട്ടുണ്ട്. ഇനിയും നടക്കുവാൻ പോകുന്നത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരും നമ്മുടെ പോക്കുമാണ്. ആരും കൈവിടപ്പെട്ടു പോകരുത്. ഈ ദേശത്ത് ആരെങ്കിലും കൈവിടപ്പെട്ടു പോയാൽ അവന്റെ രക്തത്തിന്റെ വില ഞങ്ങളോട് ചോദിക്കുകയില്ല എന്ന് ഞങ്ങൾക്കൊരു വേള പറയുവാൻ സാധിക്കും. കാരണം ഈ സുവിശേഷം അറിയിക്കുക എന്നതിന്റെ ഏറ്റവും പരമമായ ലക്ഷ്യം നിങ്ങൾ കൈവിട്ടു പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീരുവാൻ ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യണം. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ യോഗം ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. കേട്ട എല്ലാവർക്കും ഇത്രയും ഞങ്ങൾ സ്നേഹത്തോടെ കരുതി എല്ലാവർക്കുമുള്ള നന്ദി ദൈവനാമത്തിൽ നൽകുകയാണ്. നിങ്ങളെല്ലാവരും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ വിൽസൺ അവറുകൾ മുന്നോട്ട് വന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ യോഗം ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് വിൽസനെ ക്ഷണിക്കുകയാണ്. സർവശക്തനായ ഏക സത്യദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്ന് ഈ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ അൻപുള്ള സ്വർഗീയ പിതാവാം ദൈവമേ, ഞങ്ങളുടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ വൈകുന്നേര സമയത്ത് ഈ ഗ്ലാസ്കോണിൽ നിന്നുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിന്റെ സുവിശേഷ സന്ദേശം ഘോഷിപ്പാൻ ഇന്നും അവിടുത്തെ കൃപ നൽകിയൊരു അതിനായി സ്തോത്രം ചെയ്യുന്നു. പാപത്തിൽ പിറന്ന പാപത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യനെ അവന്റെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിയിപ്പാനായിട്ട് ഒരു രക്ഷാമാർഗം അവിടെ ഒരുക്കി എന്ന സുവിശേഷം ഇന്നും ഘോഷിപ്പാൻ അവിടെ കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മനുഷ്യന്റെ ആത്യന്തികമായ ആ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അവനെ വിടിയിപ്പാനായി സ്വർഗപ്രാപ്തിയുള്ളവനാക്കി തീർക്കുവാൻ, മോക്ഷപ്രാപ്തി ലഭിക്കുവാൻ അവനുവേണ്ടി കർത്താവ് അവന് പകരമായി ആ പാപത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി ക്രൂശിൽ മരിച്ച കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ടെന്നുള്ള സുവിശേഷം ഇന്നും ഘോഷിപ്പാനുള്ള കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കേൾക്കാരോട് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, ദേശത്തെ അനുഗ്രഹിക്കണമേ. കർത്താവ് ഇതിൽ ശുശ്രൂഷിച്ച ഓരോരുത്തർക്കും അവിടുത്തെ കൃപയും അനുഗ്രഹവും നൽകി സഹായിക്കണമേ. കർത്താവെ, അടിയങ്ങൾ കർത്താവ് സകലവും അവിടുത്തെ പാദപീഠങ്ങൾ അർപ്പിക്കുന്നു. അടിയങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. സകലം കർത്താവ് യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കിട്ടുത്തരമുള്ളവരാകണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം ഓരോരുത്തരുടെ കൂടെയും പ്രത്യേകാൽ ഇവിടെ വിതയ്ക്കപ്പെട്ട ദൈവജനത്തോടു കൂടെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.